കാസർഗോഡും കണ്ണൂരും തുടങ്ങി വടക്കൻ ജില്ലകളിലാകെ വൻ നാശമാണ് കാലവർഷം വരുത്തിവെച്ചത്. കോഴിക്കോട്ടെ മലയോര പ്രദേശങ്ങളായ വിലങ്ങാട്, കോടഞ്ചേരി, മുക്കം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഏറ്റവും ദുരിതമുണ്ടായത്. കനത്ത മഴയെ തുടർന്ന് വിലങ്ങാട് 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ മഞ്ഞച്ചീൽ പ്രദേശത്താണ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത്. കോടഞ്ചേരി പൂളപ്പാറയിൽ റോഡിലേക്ക് മരം കടപുഴകി വീണു. മുക്കം മാമ്പറ്റയിലും ആൽമരം കടപുഴകി വീണ വൈദ്യുതി ലൈനുകൾ തകർന്നു. കോഴിക്കോട് മുക്കം റൂട്ടിൽ മാമ്പറ്റയിലാണ് ഈ അപകടം ഉണ്ടായത്. ഇന്നലെ രാത്രി വലിയ മഴയും കാറ്റും ഉണ്ടായിരുന്നു. വലിയൊരു ആൽമരം, മാമ്പറ്റയിലുള്ള വലിയൊരു ആൽമരമാണ് കടപുഴകി വീണിട്ടിരിക്കുന്നത്. തൊട്ടടുത്ത് ലോറി പാർക്ക് ചെയ്തിരുന്നു, നിർത്തിയിട്ടിരിക്കുക. ലോറിയുടെ മുകളിലേക്ക് വീണു. കോടഞ്ചേരിക്കടുത്ത് തോട്ടിൽ മീൻ പിടിക്കുന്നതിനിടെ ഷോക്കേറ്റ് മരിച്ച സഹോദരങ്ങളുടെ സംസ്കാരം നടന്നു. ചന്ദ്രൻകുന്നേൽ നിധിൻ, എബിൻ എന്ന 14ഉം 10ഉം വയസ്സുള്ള കുട്ടികളുടെ സംസ്കാരം സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ നടന്നു. സ്ഥിരമായിട്ട് കുളിക്കുന്ന സ്ഥലം. അതിന്റെ തലേദിവസം ഒരു 15 പിള്ളേരോളം ആ സമയത്തുണ്ടായിരുന്നു അവിടെ. കുട്ടികൾ പഠിക്കുകയായിരുന്നു. കാസർഗോഡ് മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. എന്നാൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ശക്തമായ കാറ്റിൽ തുരുത്തി പതിക്കാലിൽ തെങ്ങ് വീണ ഷെഡ് തകർന്നു. ഷെഡിലുണ്ടായിരുന്ന പശുക്കൾക്ക് പരിക്കേറ്റു. കാസർഗോഡ് ബദിയടുക്ക, വിദ്യാനഗർ പ്രദേശങ്ങൾ മണിക്കൂറുകളോളം ഇരുട്ടിലായി. മഞ്ചേശ്വരത്ത് വിവിധയിടങ്ങളിൽ വെള്ളം കയറി. കളത്തൂരിൽ വീടിന്റെ മേൽക്കൂര കനത്ത മഴയിൽ ഇടിഞ്ഞു വീണു. ശ്രീനഗർ സ്വദേശികളായ ജഗന്നാഥന്റെയും വിശാലാക്ഷിയുടെയും വീടാണ് ഇടിഞ്ഞത്. മലയോര മേഖലയിൽ മഴ ഇപ്പോഴും തുടരുകയാണ്. കണ്ണൂരിലെ എളയാവൂരിൽ ഒരു വീടിന്റെ മേൽക്കൂര പറന്നുപോയി. ജില്ലയിൽ പലയിടത്തും മരങ്ങൾ പൊട്ടിവീണ് വൈദ്യുതി മുടങ്ങി. വയനാട്ടിൽ കനത്ത മഴയെ തുടർന്ന് 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. നെന്മേനി, നൂൽപ്പുഴ, മുട്ടിൽ പഞ്ചായത്തുകളിലായി 70-ലധികം ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റി. മുട്ടിൽ പഞ്ചായത്തിലെ കുമ്പളാട് ആദിവാസി ഉന്നതിയാണ്. ഇവിടെ വെള്ളം കയറിയ അവസ്ഥയാണുള്ളത്. വീടുകൾക്ക് ചുറ്റും വെള്ളം ഒഴുകുകയാണ്. വീടിനകത്തേക്കും കയറാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ഇവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചത്. പറളിക്കുന്ന സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് ഈ ഉന്നതിയിലെ ആളുകളെ ഒഴിപ്പിച്ചിട്ടുള്ളത്. മന്മഥമൂല, ആലത്തൂർ, അത്തിക്കുനി, കല്ലുമുക്കുന്നതി, ചിറമൂല, ചുണ്ടക്കുനി ഉന്നതി പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു. കല്ലൂർപ്പുഴ കരകവിഞ്ഞതോടെ മുത്തങ്ങ മന്മഥമൂല റോഡിൽ വെള്ളം കയറി. കൽപ്പറ്റ ജില്ലാ പോലീസ് ഓഫീസ് ജംഗ്ഷനിൽ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു. മലപ്പുറത്തും വലിയ നാശനഷ്ടമുണ്ടായി. നിലമ്പൂർ വല്ലപ്പുഴയിൽ മധ്യവയസ്കനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വല്ലപ്പുഴ സ്വദേശി മനോലൻ റഷീദാണ് മരിച്ചത്. കരുളായിയിൽ വീടിന്റെ മുകളിലേക്ക് മരം വീണു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.